ടി.പി. വധക്കേസിലെ പ്രതികളായ കുടി സുനിയും സംഘവും വിചാരണയ്ക്കായി കോടതിയിലെത്തിക്കും മുൻപ് തന്നെ മദ്യപിച്ചിരുന്നുവെന്ന് പോലീസ്. കോടതി ശുചിമുറിയിൽ നിന്ന് സുനി മദ്യപിച്ചതായി പോലീസ് കണ്ടെത്തിയിരുന്നു. ഇംതിയാസ് വിവരങ്ങളായിട്ടുണ്ട്. ഇംതിയാസ്, കേരളത്തിലെ ജയിലുകളുടെ സുരക്ഷയൊക്കെ എന്താണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഗോവിന്ദചാമി ജയിൽ ചാടിയപ്പോൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ അങ്ങനെ ചാടേണ്ട ആവശ്യമില്ല. ജയിലിൽ നിന്ന് തന്നെ പോലീസ് സുരക്ഷയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കും എന്നുകൂടി തെളിയിക്കുന്നതാണ് ഇപ്പോൾ ഈ കണ്ട ദൃശ്യങ്ങളും. എന്ത് വിശദീകരണമാണ് പോലീസ് നൽകുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ ജയിലുകൾക്ക് എത്രത്തോളം സുരക്ഷയുണ്ട്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് തീർച്ചയായിട്ടും ചർച്ച ചെയ്യേണ്ട ഒരു സമയം കൂടിയാണിത്. ഈ ടി.പി. വധക്കേസിലെ പ്രതിയായിട്ടുള്ള കൊടിസുനിയും സംഘവുമൊക്കെ വിചാരണ സമയത്തുമൊക്കെ കോടതിയിലും മറ്റുമൊക്കെ എത്തുമ്പോൾ അവിടെ വെച്ച് വരെ മദ്യപിക്കാനുള്ള സൗകര്യം ഒരുക്കി നൽകാറുണ്ട്. സുഹൃത്തുക്കൾ മാത്രമല്ല, പോലീസ് ഉൾപ്പെടെയുള്ളവർ അതിനൊത്താശ ചെയ്യുന്നു എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ. നേരത്തെ ഈ കോടതി പരിസരത്തെത്തുമ്പോൾ സുഹൃത്തുക്കൾ അങ്ങോട്ടേക്ക് മദ്യം കൊണ്ടുവരുന്നു. ശുചിമുറിയിൽ നിന്ന് നേരത്തെ മദ്യപിച്ചതായി കണ്ടെത്തിയെന്ന് പറയുന്നു. ഇതൊക്കെയാണ് പോലീസിൽ നിന്ന് അകത്ത് തന്നെയുള്ള വെളിപ്പെടുത്തലായിട്ട് ഇപ്പോൾ വരുന്നൊരു കാര്യം. ഇന്നലെ ഒരു ദൃശ്യം പുറത്തു വന്നിട്ട് നമ്മൾ കണ്ടതാണ്. ന്യൂ മാഹിയിലെ കൊലക്കേസിന്റെ വിചാരണയ്ക്ക് വേണ്ടിയിട്ട് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയാണ് ഇങ്ങനെ ഒരു സംഭവം ഇന്നലെ അരങ്ങേറിയത്. ആ സംഭവത്തിൽ ആകെ ഉണ്ടായിരിക്കുന്നത് വകുപ്പുതല നടപടി എന്ന രീതിയിൽ 3 CPOമാരെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് മുൻപിലുള്ള കാര്യം. അതല്ലാതെ ഇത് വലിയ രീതിയിൽ ഒരു ആഭ്യന്തരമായ അന്വേഷണം പ്രഖ്യാപിക്കാനോ ജയിലിനുള്ളിലെ വകുപ്പുതല നടപടിക്കപ്പുറം ഒരു വലിയ രീതിയിലുള്ള അന്വേഷണത്തിനോ ഒന്നോ സർക്കാരോ പോലീസ് മേധാവിയോ ഇതുവരെ മുതിർന്നിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. അങ്ങനെ ഒരു വകുപ്പുതല നടപടിക്കപ്പുറം ഒരു വലിയ അന്വേഷണത്തിലേക്കോ കാര്യങ്ങളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത് കൊടിസുനിയെ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥർക്ക് പോലും ഒരു പക്ഷേ അത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന ഒരു രീതി നിലനിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ള നടപടികളിലേക്ക് പോകാത്തത് എന്ന് പ്രതിപക്ഷം ഇതിനോടകം പറയുന്നുമുണ്ട്. എന്തായാലും ഇത് ആദ്യത്തെ സംഭവമല്ല. ഈ മദ്യം ലഭിക്കുന്നു, മദ്യം കൊടുക്കാൻ പോലീസിന്റെ അടക്കം ഒത്താശ ലഭിക്കുന്നു എന്നുള്ളത് ആദ്യത്തെ സംഭവമല്ല എന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ പോലീസിന്റെ അകത്ത് നിന്ന് പോലും വരുന്ന റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത്. എന്തായാലും ആകെ ഉണ്ടായിരിക്കുന്നത് കൊടിസുനിയാണ് ഒരു പക്ഷേ ഈ ജയിലൊക്കെ ഭരിക്കുന്ന രൂപത്തിലാണ് ഇന്നലെ KK രമയുടെ അടക്കം പ്രതികരണം വന്നത്. അതടക്കം അന്വേഷിക്കണം. എന്തുകൊണ്ടാണ് ഇപ്പോൾ പോലീസിന് ഈ കാര്യങ്ങൾ ഇതിപ്പോൾ ആദ്യമായിട്ട് സംഭവിക്കുന്നതായിരിക്കില്ലല്ലോ. ഇതൊക്കെ കാലങ്ങളായിട്ട് നടന്നു പോരുന്നതാകും. പോലീസിലെ ഉദ്യോഗസ്ഥരിലെ പലർക്കും ഇതറിയാം. അവരൊക്കെ തന്നെ ഇതിന് ഒത്താശ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ ഇതിപ്പോൾ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നതുകൊണ്ട് കുറച്ച് ദിവസത്തെ വാർത്തയായി, വിവാദമായി. കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വീണ്ടും ഇതേ സുഖ സൗകര്യങ്ങൾ ഈ കൊടും ക്രിമിനലുകൾക്ക് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും നമുക്കറിയാം ഈ ജയിലുകൾ എത്രത്തോളം സുരക്ഷിതമാണ്, എങ്ങനെ സുരക്ഷിതമാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അത്രയൊന്നും ബോധമില്ലാത്തവരൊന്നുമല്ല സർക്കാർ. പക്ഷേ ഈ നിരന്തരമായിട്ട് എല്ലാ കാലത്തും ജയിലിൽ എല്ലാ സ്വാധീനത്തോടുകൂടിയും കഴിയുന്ന പ്രധാനപ്പെട്ട കേസുകളിലെ പ്രധാനപ്പെട്ട പ്രതികൾക്കാണ് ഈ ഒത്താശ ലഭിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് നമ്മളിതിൽ എടുത്തു പറയേണ്ടത്. നേരത്തെ ഈ കൊടിസുനിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ നേരത്തെയും വന്നതാണ്, വലിയ രീതിയിൽ ചർച്ചയായതാണ്. അപ്പോഴാണ് അവിടെയുള്ള പോലീസുകാർ തന്നെ ഇവർക്ക് മദ്യം ലഭിക്കാനും ഒക്കെയുള്ള ഒത്താശ ചെയ്തു എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ മദ്യം മാത്രമായിരിക്കില്ല, മറ്റു പല കാര്യങ്ങൾക്കും ഈ രീതിയിൽ പോലീസിന്റെ സഹായമൊക്കെ കിട്ടുന്നുണ്ടോ എന്നതാണ് അന്വേഷിക്കേണ്ടത്. അങ്ങനെ ഒരു അന്വേഷണത്തിന് ഇപ്പോൾ പോലീസ്, അതായത് കണ്ണൂർ ACPയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഇതുവരെ അങ്ങനെ ഒരു ആവശ്യത്തിന് വേണ്ടി മുതിർന്നിട്ടില്ല, ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുമില്ല എന്നതാണ് നമ്മൾ എടുത്തു കാണേണ്ടത്. അതായത് വാർത്തയൊക്കെ വന്ന സമയത്ത് അതിനെ ഒന്ന് തണുപ്പിക്കാൻ എന്ന മട്ടിൽ 3 CPOമാരെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതും സസ്പെൻഷൻ മാത്രമാണ്. ആ സസ്പെൻഷൻ കഴിഞ്ഞാൽ അവർ വീണ്ടും ജോലിക്ക് തിരിച്ചു കയറുകയും ചെയ്യും. അതല്ലാതെ ഉന്നത ഉദ്യോഗസ്ഥർക്ക് എന്തെങ്കിലും പങ്കുണ്ടോ, ജയിൽ വകുപ്പിലെ പ്രധാനപ്പെട്ട ആളുകൾക്ക് ഇതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അങ്ങനെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും പ്രതിപക്ഷം ഇതിനെതിരെ രംഗത്തിറങ്ങുമെന്നത് ഉറപ്പാണ്. രംഗത്തിറങ്ങിക്കഴിഞ്ഞു. KK രമയടക്കം ഈ ടി.പി. വധക്കേസിലെ പ്രതികൾക്ക്, കൊടിസുനി അടക്കമുള്ളവർക്ക് എല്ലാവിധ ആവശ്യങ്ങളും അവിടെ നിറവേറ്റാൻ കഴിയുന്നുണ്ട്. കൊടിസുനിയാണ് ജയിലടക്കം ഭരിക്കുന്നത് എന്ന രൂപത്തിലാണ് KK രമയുടെ അടക്കം പ്രതികരണം ഇതിനോടകം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മാധ്യമങ്ങളിൽ കണ്ടത്. ഇംതിയാസ് കരീമാണ് വിവരങ്ങൾ നൽകിയത്.